നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് കർമ്മ എന്ന വിഷയത്തെക്കുറിച്ചാണ്. കർമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂരിഭാഗം ആളുകൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുള്ളൊരു വിഷയമായിരിക്കും. എന്താണ് കർമ്മ എന്നും കർമ്മ എന്നാൽ എന്താ ആയിരിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ കർമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ പരിമിതമായ അറിവുകൾ അനുസരിച്ച് കർമ്മ ഒരു ബൂമറാങ്ക് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മകൾ അതേപോലെ തന്നെ നമ്മളിലേക്ക് ഒരു ബൂമറാങ്ക് പോലെ തിരിച്ച് വരുന്നുണ്ട് എന്ന് ആണ് പറയപ്പെടുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ശരിയായ ഇതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മൾ പോയ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള അതേ സിറ്റുവേഷനോടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കിയ അതേ സിറ്റുവേഷൻ ഭാവിയിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുള്ള പല വാക്കുകളും അല്ലെങ്കിൽ പല ചിന്തകളും ഭാവിയിൽ നമുക്കും അതേപോലെ വരാനുള്ള സാധ്യത എന്നിലും കണ്ടിട്ടുണ്ട്, മറ്റുള്ളവരിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കർമ്മ ഉണ്ട് എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക് വരും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് പോകുന്ന റൂട്ട് നോക്കിയാലും എന്തോ ഒരു നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്തോ ഒരു എനർജിയുടെ കാരണത്താലാണ്. എന്തോ ഒരു എനർജിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ജനിച്ചു, അതുപോലെ നമ്മൾ ഒരു പ്രത്യേക പ്രദേശത്ത് ജനിച്ചു, അതുപോലെ ഒരു പ്രത്യേക ജീവിത സാഹചര്യത്തിൽ നമ്മൾ വളർന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ എവിടെയോ ഒരു കണക്ഷൻ ഉണ്ട്. അത് ചിലപ്പോൾ കർമ്മയുമായി ബന്ധപ്പെട്ട് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ കർമ്മയെക്കുറിച്ച് നമ്മൾ ആധികാരികമായിട്ടൊക്കെ ചിന്തിച്ചു പോകുമ്പോൾ 3 തരം കർമ്മ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒരു കർമ്മ എന്ന് പറയുന്നത് സഞ്ചിത കർമ്മ എന്നും, ഒരെണ്ണം പ്രാരാബ്ധ കർമ്മ എന്നും, ഒരെണ്ണം മാർജിത കർമ്മ എന്നുമൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതിൽ പ്രാരാബ്ധ കർമ്മയാണ് നമ്മുടെ പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ട് കണക്റ്റ് ആവുന്ന കർമ്മം. അത് മുൻജന്മമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഈ ജന്മം തന്നെ മുൻകാലഘട്ടങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാവാം, എന്തോ ആവാം. അപ്പം അങ്ങനെ ആ പ്രാരാബ്ധ കർമ്മയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ലൈഫ്, ജീവിതം എങ്ങോട്ട് പോകണം എന്ന് നമ്മുടെ ലൈഫിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് ഇത് ചിന്തിച്ചു പോയാലൊരു ഐഡിയ കിട്ടും. അപ്പോൾ കർമ്മ എന്നതിനെ കുറിച്ച് സിംപ്ലിഫൈ ആയിട്ട് പറയുകയാണെങ്കിൽ, അതായത് എന്താണ് കർമ്മ എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാവുന്ന വിധത്തിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ വിധത്തിലും പറയുകയാണെങ്കിൽ, നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളും അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫലമായി അതുമൂലം ഉണ്ടാകുന്ന അതിൻ്റെ ഫലം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു എനർജി, ആ സംഭവത്തിനെയാണ്, ആ എനർജി അല്ലെങ്കിൽ ആ ഫലത്തിനെയാണ് കർമ്മ എന്ന് നമുക്ക് സിംപ്ലിഫൈ ആയിട്ട് ചോദിച്ചാൽ പറയാൻ സാധിക്കും. അതിൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളും അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എനർജി, ഒരു ഊർജമാണ് ഈ പറയുന്ന കർമ്മ എന്ന് പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 തരം കർമ്മകളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ പ്രാരാബ്ധ കർമ്മയാണ് നമ്മളെ പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഈ കർമ്മ, നമ്മുടെ ഈ കർമ്മ ട്രാൻസ്ഫർ ആകുന്നുണ്ട് എന്നും കൂടി പറയപ്പെടുന്നുണ്ട്. ട്രാൻസ്ഫർ ആകാന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളിലേക്കും അതുപോലെ നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്കും കർമ്മ ട്രാൻസ്ഫർ ആകുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, സ്പ്രെഡ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് കർമ്മ എന്താ പറയുക പരിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് 3 രീതിയിലാണ് പ്രധാനമായിട്ടും, വളരെ പ്രധാനമായിട്ട് 3 രീതിയിലാണ് കർമ്മ ട്രാൻസ്ഫർ ആകുന്നത് എന്നാണ് പറയുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച പ്രദേശവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട് കർമ്മ ട്രാൻസ്ഫർ ആകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇടപഴകുന്ന, നമ്മളുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ആളുകൾ, അതുമായി ബന്ധപ്പെട്ടും കർമ്മ ട്രാൻസ്ഫർ ആകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ വാങ്ങുന്ന, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന പ്രൊഡക്റ്റ്, അതായത് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വസ്തുക്കളാണ്, പ്രൊഡക്റ്റ് അല്ല ഉദ്ദേശിക്കുന്ന, വസ്തുക്കളുമായി ബന്ധപ്പെട്ടും കർമ്മ ട്രാൻസ്ഫർ ആവുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് അപ്പോൾ കർമ്മ എന്ന് നമ്മൾ പറഞ്ഞു ഒരു എനർജിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു എനർജിയാണ് ട്രാൻസ്ഫർ ആകുന്നതിന് അർത്ഥം. അപ്പോൾ നമ്മൾ താമസിക്കുന്ന പ്രദേശം അല്ലെങ്കിൽ ജനിച്ച പ്രദേശവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു കർമ്മയുണ്ട്. ആ കർമ്മ നമ്മൾ ഏത് തരം പ്രദേശത്താണോ താമസിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരു കണക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറയുന്നതാണ്, നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിൽ ഇരുന്ന് ചിന്തിക്കുന്നതും ഒരു എന്താ പറയുക തട്ടുകടയിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന് ചിന്തിക്കുന്നതും 2 തരം ചിന്താഗതിയായിരിക്കും. കാരണം അവിടുത്തെ അറ്റ്മോസ്ഫിയർ രണ്ടും രണ്ടായിരിക്കും. അത് നമ്മുടെ ചിന്തേനെയും നമ്മുടെ പ്രവൃത്തിനെയും ടോട്ടലി അത് ബാധിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അതുപോലെ ആളുകൾ, നമ്മൾ ഇടപഴകുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കർമ്മയിൽ വ്യത്യാസം, കാർമിക് എനർജിയിൽ വ്യത്യാസം വരുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ജോലി അന്വേഷിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ജോലി കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുകയും വേണം. അതുപോലെ ആ വ്യക്തി ഇടപഴകേണ്ടത് നമ്മുടെ ഇത് കർമ്മയുമായി ബന്ധപ്പെട്ട് ജോലി കിട്ടാൻ വേണ്ടി ഇടപഴകേണ്ടത് ആരോടാ? ജോലിയുള്ള വ്യക്തികളോടായിരിക്കണം അല്ലേ. അതല്ല ആ വ്യക്തി പിന്നെയും ജോലിക്ക് ശ്രമിക്കാതെ ജോലി ഇല്ലാത്ത ആളുകളായിട്ട് ഇടപഴകി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആ എനർജി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആള് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യും വേണം. ജോലിയുള്ള ആളുകളുമായിട്ട് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ ആർജവം കാണിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ആ വ്യക്തി ഇടപഴകേണ്ടത്. അങ്ങനെ ഇടപഴകുമ്പോൾ എന്ത് സംഭവിക്കും? അവരിലെ കർമ്മ ഈ വ്യക്തിയിലേക്കും ഈ വ്യക്തിയിലെ കർമ്മ അവരിലേക്കും ട്രാൻസ്ഫർ ആവും എന്നർത്ഥം. അതല്ല പിന്നെയും ആ വ്യക്തി ജോലിക്ക് ട്രൈ ചെയ്യാതെ അതുപോലെ ഈ ജോലി ഇല്ലാത്ത ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ എന്ത് സംഭവിക്കും? അവരിലെ കർമ്മ എന്താ? ജോലി ഇല്ലാത്ത ആളുകളാണ്. ആ കർമ്മ തന്നെയാണ് ഈ വ്യക്തിയിലേക്കും ട്രാൻസ്ഫർ ആവുക. അപ്പം അതുകൊണ്ട് ഈ വ്യക്തിക്ക് എന്ത് സംഭവിക്കും? ജോലിക്ക് ട്രൈ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഇല്ലാതിരിക്കുകയും ജോലി കിട്ടാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ വരുന്നതാണ് വസ്തുക്കൾ. നമ്മൾ മേടിക്കുന്ന ചില വസ്തുക്കൾ, എല്ലാ വസ്തുക്കളല്ല, ചില വസ്തുക്കളുമായി ബന്ധപ്പെട്ട് കർമ്മ ട്രാൻസ്ഫർ ആകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതായത് നമ്മൾ പറയാറില്ലേ, ദാനം ചെയ്യണം, ദാനം ചെയ്താൽ നല്ലതാണ്, കർമ്മ പോസിറ്റീവ് ആകും എന്ന് പറയുന്നില്ലേ. അപ്പം അതിലെ ഒരു പ്രധാന ഘടകം ഇതാണ്, കർമ്മയെ ട്രാൻസ്ഫർ ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിലെ കർമ്മ അവർക്കും അവരുടെ കർമ്മം നമ്മളിലേക്കും ട്രാൻസ്ഫർ ആകുന്നുണ്ട്. അതുപോലെ നമ്മളിലെ കർമ്മയെ ഷിഫ്റ്റ്, അതായത് ചേഞ്ച് ചെയ്യാൻ, അതിനെ പോസിറ്റീവ് ആക്കാനും ഈ ദാനം അല്ലെങ്കിൽ നമ്മുടെ വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലെ. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, നീ ആഗ്രഹിക്കുന്ന എന്താണോ അതോ മറ്റുള്ളവർക്ക് കൊടുക്കുക. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട വസ്തു എന്താണോ അതേ വസ്തു തന്നെയാണ് നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കേണ്ടതെന്ന് അർത്ഥം. അപ്പം നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കൊരു ബ്രാൻഡഡ് ഷർട്ടാണ് ധരിക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അതുപോലെ അതേ ബ്രാൻഡഡ് ഷർട്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യേണ്ടത് എന്നർത്ഥം. അതിലൂടെ നമ്മുടെ കർമ്മ പോസിറ്റീവ് ആവുകയും ചെയ്യും, നമ്മളിലെ ഒരു കർമ്മ അവർക്ക് കിട്ടും, നമ്മളുടെ ഗുഡ് കർമ്മ അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ കർമ്മ ട്രാൻസ്ഫർ ആവുക എന്ന് പറഞ്ഞാൽ ഗുഡ് കർമ്മയും ബാഡ് കർമ്മയും ട്രാൻസ്ഫർ ആവും. അപ്പോൾ ഗുഡ് കർമ്മ ട്രാൻസ്ഫർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഗുഡ് കർമ്മ ഉള്ള ആളുകളുമായിട്ടാണ് നമ്മൾ
ഇടപഴകേണ്ടത്. അപ്പോഴാണ് ഗുഡ് കർമ്മ ട്രാൻസ്ഫർ ആവുക. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ബാഡ് കർമ്മയായിരിക്കും ട്രാൻസ്ഫർ ആവുക എന്നർത്ഥം. അപ്പം നമ്മളൊരു വ്യക്തിയുമായി സംസാരിക്കുമ്പോഴും അതായത് വ്യക്തിയുമായി ഇടപഴകുമ്പോഴും അതുപോലൊരു വസ്തു കൊടുക്കുമ്പോഴും ഒരു പ്രദേശത്ത് ജീവിക്കുമ്പോഴും കർമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആകുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 രീതിയിലാണ് പ്രധാനമായിട്ടും കർമ്മ ട്രാൻസ്ഫർ ആകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ നമ്മളിലെ ഗ്രഹനിലയിലെ ലഗ്നം അനുസരിച്ച്, നമ്മുടെ ഗ്രഹനില ഓരോരുത്തർക്കും ഓരോ ലഗ്നമാണല്ലോ, അതിലെ ലഗ്നത്തിൻ്റെ പൊസിഷൻ, ആ ലഗ്നം എവിടെയാണോ നിൽക്കുന്നത് അതനുസരിച്ച് ഓരോരുത്തർക്കും കർമ്മ ട്രാൻസ്ഫർ ആകുന്നതിൻ്റെ സ്പീഡ്, ചിലർക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ, ചില ലഗ്നക്കാർക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ കർമ്മ പെട്ടെന്ന് ട്രാൻസ്ഫർ ആവും. ചില ലഗ്നക്കാർക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ അങ്ങനെ പെട്ടെന്ന് ട്രാൻസ്ഫർ ആകില്ല. അങ്ങനെ ചിലർക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ കർമ്മ ട്രാൻസ്ഫർ ആകുന്നത് കൂടും. ഉദാഹരണത്തിന് ഇടവൻ ലഗ്നത്തിൽ വരുന്ന ആളുകൾക്ക് ഹോട്ടൽ ഫുഡുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ, സ്ഥലങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ കർമ്മ പെട്ടെന്ന് ട്രാൻസ്ഫർ ആകുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ 12 ലഗ്നക്കാർക്കും 12 രീതിയിൽ കർമ്മ പെട്ടെന്ന് ട്രാൻസ്ഫർ ആവുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യണം? ഈ പെട്ടെന്ന് ട്രാൻസ്ഫർ ആകുന്ന ആ കാര്യത്തിനെ ഇവരെ കർമ്മേനെ പോസിറ്റീവ് ആക്കുന്ന കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ ഇവരുടെ കർമ്മ പതുക്കെ പോസിറ്റീവ് ആക്കി ആദ്യം ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പിന്നീട് അതിനെ പോസിറ്റീവ് ആക്കിയിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. എന്താണ് കർമ്മ എന്ന് ജസ്റ്റ് പറയും. കർമ്മ ഏതെല്ലാം ടൈപ്പിലുണ്ട്, കർമ്മ ട്രാൻസ്ഫർ ആകുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയുടെ അടുത്ത വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിൽ നമുക്ക് ഇതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. എന്താണ് കർമ്മ, അതായത് എൻ്റെ ചിന്താരീതിയിൽ എന്താണ് കർമ്മ, അതുപോലെ കർമ്മ ട്രാൻസ്ഫർ ആകുന്നുണ്ടോ എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.